ലാൽ സാറിൻ്റെ കൂടെ എന്ന് വെച്ചാൽ അതൊന്നല്ല, ഞാൻ ചെറുപ്പത്തിൽ ലാൽ സാറിൻ്റെ മടിയിലിരുന്ന് കാറിയിരുന്ന് യാത്ര ചെയ്തു. മലയാളത്തിൽ വരുന്നതിന് മുമ്പ് ഞാൻ ഓൾമോസ്റ്റ് 75 ഫിലിംസ് ചെയ്ത് കഴിഞ്ഞു. അടിച്ചേറി വാ എന്ന് അതാണ്. പക്ഷെ അതിൽ ഡയലോഗ് ഇനിയുണ്ട്. തിയേറ്ററിൽ ജനം രസിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ മോട്ടോ. ഒരിക്കലും കമ്പയർ ചെയ്യരുത്. ഷാറുഖ് ഖാനെ മോനെ കമ്പയർ ചെയ്യരുത്. അമിതാഭ് ബച്ചൻ്റെ മകനെ കമ്പയർ ചെയ്യരുത്. ഓക്കെ, അതേപോലെ അഷ്കർ ആൻഡ് മമ്മൂട്ടി സാർ കനോട്ട് ബി കമ്പയർഡ്. സൂപ്പർ. അടിക്കാം. कैसे कटे दिन रात, कैसे मिले तेरे साथ, तेरी याद सतावे रे. ഹായ് ഹലോ, വെൽക്കം ടു സിനിമാത്തേക്ക്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് രണ്ട് സുന്ദരന്മാരായ വില്ലന്മാരാണ്. നമ്മുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട റിയാസക്കയും ആമിറക്കയും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ആരെയാണ് നോക്കണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. അത്രയും നല്ല ഭംഗി രണ്ടുപേരും. അപ്പോൾ ആദ്യം തന്നെ എന്താ പറയുക, ഈ സൗന്ദര്യത്തിലൊരു ലുക്കിന്റെ രഹസ്യം എന്താ പറയുക? ഒരു 52 വയസ്സായില്ലേ? 55. അത് തന്നെ, അത് പറഞ്ഞിട്ടേ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. എനിക്കറിയാമല്ല, കൊടുക്കുന്നു കൊണ്ട് നടക്കുന്നു, അത്രേ ഉള്ളൂ. അന്ന് എന്റെ പാരന്റ്സിന്റെ ഒക്കെ ആയിരിക്കും, അച്ഛൻ്റെ അമ്മേന്റെ ആയിരിക്കും. അല്ല, ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ അതൊക്കെ ഉണ്ട്. അത് നമ്മൾ ലൈഫിനെ അങ്ങനെ നോക്കുന്നു, നമ്മളങ്ങനെ ഇഷ്ടപ്പെടുന്നു, അതനുസരിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും. സോ നമ്മൾ അത് മാത്രമല്ല, എല്ലാം ഉണ്ട്. പറയുന്നത് ലൈഫ് സ്റ്റൈലുണ്ട്, നമ്മളെ ചിന്തയുണ്ട്, നമ്മളങ്ങനെ നമ്മുടെ ലൈഫിനെ കാണാൻ നമ്മൾ ഇഷ്ടപ്പെടണം. ആദ്യം യു ഷുഡ് ലവ് യുവർ സെൽഫ്. എല്ലാം അങ്ങനെ പെട്ടെന്ന് നടക്കുന്ന കാര്യമൊന്നുമില്ല, ഇത് കുറെ വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമീറൊക്കെ അങ്ങനെ തന്നെയാണോ? 15 വർഷം മുൻപാണ് സിനിമയിൽ വന്നത്. അന്ന് കാണുന്ന അതേ ലുക്കാണ് ഇന്നും കാണാൻ. അതാ ഞാൻ ചോദിച്ചത്. അപ്പം ഇത് കേസ് ഡയറിയിലേക്ക് വരുവാണെങ്കിൽ, വില്ലനായിട്ട് എന്താ പറയുക, ഒരുപാട് സിനിമയിൽ വില്ലൻ ചെയ്തു. അപ്പോൾ ഈ ഇവരുടെ കൂടെ വില്ലൻ വേഷം ചെയ്തപ്പോൾ എന്താ തോന്നിയ റിയാസ്ക? അങ്ങനെയൊന്നും തോന്നാറൊന്നുമില്ല. കോ ആക്ടേഴ്സ് അല്ലേ. സോ നമുക്ക് ഗിവൻ ക്യാരക്ടേഴ്സ് എന്താണോ, നമ്മളെ ഗിവൻ ടെക്സ്റ്റ് എന്താണോ അത് പെർഫോം ചെയ്തതാണ്. അപ്പോൾ തോന്നുന്നതല്ല. എല്ലാവരും ആക്ച്വലി ഹാപ്പിയാണ്. എല്ലാവരും കൂടെ അഭിനയിക്കുക, സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുക, ഒരുമിച്ച് ഡയലോഗ് പറയുക, അത് ആ സീൻ ഭംഗിയായിട്ട് പെർഫോം ചെയ്യുക, അതൊക്കെയാണ് എൻ്റെ രസം അല്ലേ. അപ്പോൾ അമീർക്കൊക്കെ കണ്ടു വളർന്ന ഒരു വില്ലനാണ് നമ്മുടെ റിയാസിക്ക. ചെറുപ്പം തൊട്ട് നമ്മൾ ഇവരുടെയൊക്കെ സിനിമകളിലൂടെയാണല്ലോ നമ്മൾ ഈ സിനിമ വില്ലനിസം. ആദ്യത്തെ വില്ലനൊക്കെ എന്ന് പറഞ്ഞാൽ പഴയകാലത്തെ വില്ലനൊക്കെ ഒന്നുകൂടി പവറായിരുന്നു എന്ന് തോന്നുന്നു, അല്ലേ? ബാലേട്ടനിലൊക്കെ ആകുമ്പോഴത്തേക്കും അതൊക്കെ കണ്ടിട്ട് തന്നെ ഇൻസ്പയർ ആയിട്ട് തന്നെ ബോഡിക്കൊക്കെ സത്യം പറഞ്ഞ് ഇറങ്ങുന്നത്. ബോഡിയൊക്കെ മെയിൻറ്റെയിനൊക്കെ വന്നിട്ട് എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ക്യാരക്ടർ. അപ്പോൾ നമ്മൾ ഒരു ബോഡിനോടൊക്കെ ഭയങ്കര താല്പര്യമുള്ള ഇതിൻ്റെ ഹൃതിക് റോഷൻ, സൽമാൻ ഖാൻ, അപ്പം ആ കാറ്റഗറിയിൽ തന്നെയാണ് നമ്മൾ ഇക്കായൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ തീർച്ചയായും ഞാൻ ആദ്യം സിനിമയിൽ വന്നപ്പോൾ എല്ലാവരും എന്നോട്ട് ഹിന്ദിയിൽ സംസാരിക്കും. ഞാൻ അവരോട് നമ്മളുടെ ഭാഷ പറയും, അവർ തിരിച്ച് ഹിന്ദിയിൽ സംസാരിക്കും. ഞാൻ ഹലോ ഞാനുള്ള ഭാഷ എന്ന് പറയും. ഞാൻ മലയാളിയാണെന്ന് അത് എല്ലായിടത്തും ഉണ്ടായിരുന്നു, തമിഴിലും ഉണ്ടായിരുന്നു. അങ്ങനെ എന്നുവെച്ചാൽ ഒരു കാലത്ത് എന്താ പറയാ, എല്ലാ പെണ്ണുങ്ങളുടെയും ക്രഷായിരുന്നു റിയാസിക്ക. ഓ താങ്ക് യു. അങ്ങനെയുള്ള റിയാസിക്ക ഞാൻ ഈ സിനിമയെ കണ്ടപ്പോൾ അതാ ഞാൻ പറഞ്ഞ അന്നത്തെ അതേ ലുക്ക്. പിന്നെ ആ ഒരു സീനൊക്കെ ഉണ്ടല്ലോ, കയറിട്ട് വലിച്ചു കൊണ്ടുപോകുന്നതൊക്കെ, അതൊക്കെ പണ്ടത്തെ സിനിമയിൽ എവിടെയോ നഷ്ടപ്പെട്ടു പോയ കുറേ സീക്വൻസ് ഈ സിനിമയെ കണ്ടു. ഓക്കെ, മേ ബി അങ്ങനത്തെ സീക്വൻസ് റീസെന്റ് ടൈംസിൽ വന്നില്ലായിരിക്കും. പണ്ടത്തെ എന്നല്ല, അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് വരണം, അതിലങ്ങനെ ഉണ്ടാവണം, എന്നാലേ അത് നടക്കുള്ളൂ. ഓൾ ടുഗദർ സിനിമ ഈസ് പുട്ടിങ് ഇൻ എ ന്യൂ ബോട്ടിലാണ്. എല്ലാം പഴയതാണ്, അത് പുതിയ കുപ്പിയിലാക്കുമ്പോൾ ആ ഷേപ്പ് എടുക്കുകയാണത്. എവറിത്തിങ് ഇസ് എ സെയിം തിങ്. മേ ബി അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ പടത്തിന് ക്ലൈമാക്സ് അങ്ങനെയാണ്. സോ ദാറ്റ് ഹാപ്പൻഡ്. അത് നേരത്തെ പറഞ്ഞു ഡ്യൂപ്പൊന്നും ഇല്ലാതെയാണ് ചെയ്തതെന്ന്. അപ്പോൾ അത്രയും കഴുത്തിലൊക്കെ കയറ് വീണപ്പോൾ നല്ല പാടൊക്കെ ഉണ്ടായിരുന്നു, നല്ല വേദന സഹിച്ചോ? ഇതൊക്കെ ഓൾ ദീസ് സ്റ്റൺസ് പെർഫോം ചെയ്യണത് ഭയങ്കര പ്രൊഫഷണൽ മാസ്റ്റേഴ്സ് നടത്തുന്നതാണ്. സിനിമയിൽ തന്നെ സ്റ്റണ്ട് മാസ്റ്റേഴ്സായിട്ട് കൊറിയോഗ്രാഫി ചെയ്യുന്ന ഭയങ്കര വലിയ മാസ്റ്റേഴ്സാണ് അവർ. സോ അവരുടെ ഇതിലാണ് പെർഫോം ചെയ്യണത്. എല്ലാവരെയും ഞങ്ങൾ സിനിമയ്ക്ക് വേണ്ടിയുള്ള സ്റ്റൺസ് വി ലേൺ. അത് അറിഞ്ഞാലേ ഉള്ളൂ അത് ചെയ്യാൻ പറ്റുള്ളൂ.
പെട്ടെന്ന് വന്നിട്ട് നമുക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഒരു പഠിക്കാത്ത കാര്യം ചെയ്യാൻ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അറിയില്ല എന്താണ് ഏതാണ് ടെക്നീക്ക്, ഏത് സമയത്ത് കൈ എടുക്കണം, ഏത് സമയം എന്തെങ്കിലും പ്രശ്നം വന്നാൽ റോളിങ് എങ്ങോട്ട് ചെയ്യണം, ലെഫ്റ്റിലേക്ക് വേണം ലൈറ്റ്. നമ്മൾ പാനിക് ആയിരുന്നു ഒരിക്കലും. യു നോ ഇറ്റ്സ് എ സിനിമ, കുറേ പേര് വാച്ച് ചെയ്യേണ്ട, എല്ലാം ക്യാമറയിലുണ്ട്. നമ്മളെ രക്ഷിക്കാൻ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആൾക്കാർ നിൽപ്പുണ്ട്, റെഡിയായിട്ട് നിൽപ്പുണ്ട്. എനിത്തിങ് ഹാപ്പൻസ് ദേ വിൽ ജംപ്. പിന്നെ ഇതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞത് ആ റോപ്പിന്റെ റിസ്ക് എടുത്ത് തന്നെ ചെയ്തിരുന്നു സത്യം. ഇപ്പൊ റിയാസ് ഖാന്റെ പറഞ്ഞിട്ടുണ്ടത് അസ്കറിനോട് പറയും ഞാൻ നിർത്താൻ പറയുമ്പോൾ നിർത്തിയാൽ മതി. അത് കേൾക്കണമെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് ഒരു സൗണ്ട് ഉണ്ട്, ഭയങ്കര സൗണ്ട് അത്. അതും പിന്നെ ഈ തിരമാല അടിക്കുന്ന ആ സൗണ്ട് ഇവിടെ എങ്ങനെ ബീച്ച് പബ്ലിക് ഈ സോ എല്ലാം പറയുന്ന മൈക്കിൽ കൂടെയാണ്. അപ്പൊ അതിന്റെ സൗണ്ട്, പബ്ലിക്കിന്റെ സൗണ്ട്. സോ പാവം അഷ്കറിന് കേൾക്കില്ല അത്. അപ്പൊ ഞാനത് പറഞ്ഞത്, ഞാൻ ഇവിടുന്ന് വിളിച്ച് പറയാതെ നിർത്തരുത് വണ്ടിയിൽ നിന്ന്. സോ ഹി ഡസൻ നോ. പുള്ളി അങ്ങോട്ട് നോക്കി ഓടിക്കല്ലേ, ബാക്കിൽ നിന്നാന്ന് അറിയില്ല. പിന്നെ കട്ട് പറയുന്നവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കട്ട് എന്ന് കേൾക്കാതെ കട്ട് കേൾക്കൂല നമുക്ക്. കേൾക്കുന്നില്ല, കട്ട് കേൾക്കുന്നില്ല. പിന്നെ തിങ്സ് ഹാപ്പൻ, എവരിബഡി ഈസ് വാച്ചിങ്. ആ മോണിറ്ററിൽ എല്ലാവരും വാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ എക്സ്പീരിയൻസും കൂടി ആയിരിക്കും അല്ലേ എങ്ങനെ ചെയ്യാൻ കൂടി. അത് ഇതിന്റെ അല്ല, എനി ജോബ്. ഇപ്പോൾ അമീർ തന്നെ എക്സ്പീരിയൻസ് ആകുമ്പോൾ നമ്മൾ സെൽഫായിട്ട് നമ്മൾ അതിനെ പഠിച്ച് വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജിമ്മിൽ പോകണമെന്ന് വെച്ചോ, ചെയ്ത് യു വിൽ ബിക്കം, നമ്മളെ തന്നെ മാസ്റ്റർ ആവും. യു വിൽ ബിക്കം യുവർ ഓൺ മാസ്റ്റർ. നമ്മൾ മാസ്റ്റർ പഠിച്ചു. പിന്നെ എന്താ, യു ഷുഡ് ബി വിത്ത് മെനി നോളജബിൾ പീപ്പിൾ. നമ്മൾക്ക് കുറേ നോളജബിൾ പീപ്പിളായിട്ട് നമുക്കെപ്പോഴും ബി വിത്ത് ദം. സോ യു വിൽ ഗെയിൻ നോളജ്. ഈ പഠിക്കണത് തീരുന്നില്ലല്ലോ, നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ അങ്ങനെ റിയാസൊക്കെ പഠിച്ച എന്താണ് ഒന്ന് പറയാമോ? ദി കേസ് ഡയറിയിൽ നിങ്ങൾ എന്താ പറയാ കടലിലൂടെ വരുന്ന ആ സീനൊക്കെ ഇല്ലേ, പഴയ സിനിമകളെയൊക്കെ ഓർമ്മിപ്പിച്ചു, ഒന്ന് പറയാമോ? ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ചൊരു ന്യൂ കമറാണ് ഞാൻ. റിയാസ് ഖാനെ പോലെ ഇപ്പം നമ്മളൊരു ഭയങ്കര ക്രഷായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരാൾ തന്നെയാണ്. പാവം നമുക്കൊരു എന്താ പറയുക, ഒരു അകൽച്ച ഫീൽ ചെയ്യുന്ന ഒരു പരിപാടി നമുക്ക് കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് കാണുന്ന റിയാസ് ഖാനെ അന്ന് കണ്ടപ്പോഴും ഇപ്പം നമ്മൾക്ക് ആദ്യമായിട്ട് കാണുകയാണ്, പുതിയ ആളാണ്, വലിയ പ്രശ്നമൊന്നുമില്ല, ഒരേപോലെ ഇരുന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. ചില കാര്യങ്ങൾ നമുക്കൊരു പറഞ്ഞു തരാറുണ്ട്, ഇന്ന ആംഗിളിൽ ഇങ്ങനെ നോക്കിയാൽ നന്നായിരിക്കും. എനിക്ക് ഇപ്പോൾ ഒരു ഡയലോഗ് പോർഷൻ ഉണ്ടായിരുന്നു, ഞാൻ ആ ഡയലോഗ് പറയുന്ന സീനിൽ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയൊന്ന് പറഞ്ഞ രസമായിരിക്കും. അപ്പം അങ്ങനത്തെ കുറച്ച് നമുക്ക് സപ്പോർട്ടായിരുന്നു നല്ല രീതിയിൽ. ഒരു പഴയതോ പുതിയതോ അങ്ങനത്തെ ഒരു ഒന്നുമല്ല, എല്ലാവരോടും ഭയങ്കര മുന്നിലായിരുന്നു. പഴയതോ പുതിയതൊന്നും ഇല്ല, പ്രസന്റിലിരിക്കാനുള്ളൂ. അപ്പോൾ സോഷ്യൽ മീഡിയ സജീവമൊക്കെ ഒന്നും കൂടി ആ ഡയലോഗ് കത്തിക്കേറി അടിച്ചു കയറി വാന്ന് പറഞ്ഞ്, അതുപോലെയുള്ള ഡയലോഗ് പിന്നീട് ഒരുപാട് സിനിമകളിൽ അത്തരം ഡയലോഗ് കിട്ടിയിട്ടില്ല, പക്ഷെ ഈ സിനിമയിൽ കിട്ടിയിട്ടുണ്ട്. ഇത് താങ്ക്സ് ടു സോഷ്യൽ മീഡിയ ആൻഡ് ഓൾ ദ ഇൻഫ്ലുവൻസേഴ്സ്. ഒന്നുകൂടി അത് പറഞ്ഞിട്ട് പറയോ? അത് ഒരുപാട് പറഞ്ഞു. എന്നാലും ഞാൻ എല്ലായിടത്തും പറയുന്നുണ്ട്, ഭാസ്കര എല്ലാവർക്കും എന്താന്ന് വെച്ചാൽ കൊടുക്ക്, കള്ളോ കപ്പിയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ, എല്ലാം എൻ്റെ വക, പാവങ്ങള് കാലത്തും പോയിട്ട് വഞ്ചിയും തുഴഞ്ഞ് വന്നതാണ് ഭാസ്കര. അത്രേ ആക്ച്വലി ഇത് ഒരു സ്ട്രക്ചറാണെങ്കിൽ ഈ ഡയലോഗ് ഇവർ എഡിറ്റ് ചെയ്ത് കുറേ ഇട്ടിട്ടുണ്ട്. അതിലാണ് ഭാസ്കര എല്ലാവർക്കും എന്താന്ന് വെച്ചാൽ കൊടുക്ക്, കള്ളോ കപ്പിയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ, എല്ലാം എൻ്റെ വക, എല്ലാവരും അടിച്ചേറി വാ എന്ന്. അതാണ്. പക്ഷെ അതിൽ ഡയലോഗ് ഇനിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡയലോഗ് ഇതിലുണ്ട്. നമ്മുടെ എന്താ പറയാ, സന്തോഷ് സാറ് ഓരോരാൾക്കും റിയാസ്ക്ക് വേണ്ട ഡയലോഗ് പഞ്ച് ഡയലോഗ് എല്ലാവർക്കും മച്ച് ഡയലോഗ് ഉണ്ട്, അമീറിന് മച്ച് ഡയലോഗ് ഉണ്ട്, എല്ലാവർക്കും മച്ച് ഡയലോഗ് ഉണ്ട്. സോ വെച്ചാൽ ക്ലൈമാക്സിൽ നമ്മൾ എത്ര പേരുണ്ട്? 4 പേര്. 10 പേര് നമ്മൾ ലൈനപ്പായിട്ട് ഉണ്ടായിരുന്നു. അപ്പം മെയിനായിട്ടുള്ള എല്ലാവർക്കും അതിൽ മെയിൻ ഡയലോഗ്സ് ഉണ്ട്. അപ്പോൾ ഇനി പറഞ്ഞു വരുമ്പോൾ ഞാൻ എൻട്രി പറയണത് തന്നെ അച്ചകത്താൻ ഞാനാണെന്ന് എൻട്രി പറയണം. പക്ഷെ ഇനി ആ ചകത്താൻ ഞാനാണൊരു പഞ്ചാക്കാം. ആ പോർഷനിൽ ത്രൂ ഔട്ട് ആ ഫിലിമിന്റെ കംപ്ലീറ്റ് ആ ഒറ്റ പോർഷനിൽ കംപ്ലീറ്റ് ചെയ്യണത്. അത് ഒറ്റ ഡയലോഗിൽ തന്നെ ആ ഡയലോഗിലുണ്ട് കംപ്ലീറ്റ് ആകുന്നത്. പിന്നെ അഷ്കർക്ക് ഒരുപാട് ഡയലോഗൊക്കെ വെച്ച് കാച്ചുമ്പോൾ ഇക്ക പറയുന്നുണ്ടല്ലോ, ഫൂൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആ തിയേറ്ററിൽ ഒന്ന് ചിരിച്ചു. അഷ്കർക്ക് ഭയങ്കര രസമായിരുന്നു. ആക്ച്വലി തിയേറ്ററിൽ ജനം രസിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ മോട്ടോ. എല്ലാ ആക്ടേഴ്സിനും ഡയറക്ടേഴ്സിനും എല്ലാവർക്കും ഈ സീൻ തിയേറ്ററിൽ വരുമ്പോൾ ജനം
അത് ഹാപ്പി ആയിട്ട് കാണുക, അത് അവരത് രസിക്കണം. അത് അതെ. സോ അതാണത്. സോ ആ ചിരിക്കും അതാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം അതാണ്. എന്നുവെച്ചാൽ ഒരുപാട് പഞ്ച് ഡയലോഗ് അഷ്കറൊക്കെ പറയുമ്പോൾ ബിക്കോസ് അതാണ് എൻ്റെ ക്യാരക്ടർ. അതെ. ആ ക്യാരക്ടർ അതാണ്. പക്ഷേ പറയുന്നുണ്ട് നിന്നെ പോലെ ഒരു മൈക്രോ കോപ്പിന് പോലും COP കോപ്പിന് പോലും എൻ്റെ അടുത്തേക്ക് വരാൻ പറ്റില്ലെന്ന് പറയുന്നത്. സോ പുള്ളിക്ക് ഈ ക്യാരക്ടറിന് അങ്ങനെ ഒന്നും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ നമ്മുടെ എൻ്റെ ഓരോ അടിയിലും ഒരു കാല് വെക്കുമ്പോൾ 1000 ജീവൻ പൊലിയുന്നു. അതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ക്യാച്ച് ചെയ്യുന്ന ഡയലോഗ്. ആ ഒരു ഇക്കയുടെ ഒരു സ്റ്റൈലിലൊന്നത് പറയാൻ പറ്റുമോ? അത് ഞാൻ കേട്ടില്ല. അതിന് മണൽ വേണം. ഞാനിപ്പോൾ നിൽക്കുമ്പോൾ എൻ്റെ കാലടിയിൽ പോലും ആയിരക്കണക്കാണ് ജീവൻ. പക്ഷെ പണ്ടത്തെ ഇപ്പം ഇക്കയാണേലും ഇപ്പം കുറേ നാളായി ഇപ്പം തേറ്റ എന്നൊരു സിനിമയാണ് മുഴുനീള വേഷമായിട്ട് വന്നത്. എന്താ പറയുക, അതിലെ നായകനായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ വില്ലൻ ചെയ്യുന്നത്. അപ്പം ഇനിയും ഇങ്ങനെ വില്ലൻ റോള് തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു ഇതായിരിക്കും. ചെയ്തു ക്യാരക്ടർ നല്ലതാണെങ്കിൽ എന്തായാലും ചെയ്യും. വില്ലൻ റോളൊന്നും കണ്ടിന്യൂ എല്ലാ ക്യാരക്ടറും ചെയ്യും. അത് പറഞ്ഞു നമ്മൾ ഒരു റോള് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഇപ്പം പോലീസ് വേഷം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ചിലപ്പം പോലീസ് തന്നെ ആയിട്ട് കിട്ടും. സിനിമയിൽ അങ്ങനെ ഉണ്ട്, സിനിമയിൽ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ കുറേ മാറി. സിനിമയിൽ കുറേ മാറി, എസ്പെഷ്യലി മലയാളത്തിൽ മാറി. അതർ ലാംഗ്വേജിലുണ്ട്, ഇപ്പോഴും ഉണ്ട് പറയാം. പക്ഷെ എസ്പെഷ്യലി മലയാളത്തിൽ കുറേ മാറിപ്പോയി. അങ്ങനെയൊന്നും ഇല്ല ഇപ്പോൾ മലയാളത്തിൽ. സോ നമ്മൾ കുറേ നല്ല നല്ല ക്യാരക്ടർ ചെയ്യട്ടെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുള്ളൊരു എന്താ പറയുക, നടന്റെ ഒരു എല്ലാവിധ നടനാണല്ലോ, അല്ലെങ്കിൽ ഇവിടെ കാണില്ല, ഈ സ്ഥലത്തിരിക്കില്ല പുള്ളി. അതെ അതെ. ഇപ്പൊ റിയാസൊക്കെ ആണേലും നടനായിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു പടങ്ങളിൽ ഈ അടുത്തൊക്കെ, നല്ല മുഖ്യ കഥാപാത്രങ്ങളിൽ. അപ്പോൾ എന്തുകൊണ്ട് ആദ്യം മുതലേ നടനാവണം എന്നുള്ളൊരു ആഗ്രഹം? വില്ലൻ വേഷം ഒരുപാട് ഇങ്ങനെ കിട്ടിയത് ഇതുപോലെ തന്നെ ടൈപ്പ് കാസ്റ്റ് ചെയ്തതുകൊണ്ടാണോ? ഞങ്ങളാരും ഇത് ചെയ്യണം ഇത് ചെയ്യണ്ട എന്ന് പറഞ്ഞ് വന്നതല്ല. ഞാൻ ആദ്യത്തെ പടം ഹീറോ ആണ് തമിഴിൽ, ആദ്യത്തെ പടം തെലുങ്കിൽ ഹീറോ ആണ്. സോ അങ്ങനെയായിരുന്നു സ്റ്റാർട്ടിങ്. എല്ലാവരുടെയും എയിം ഒന്നാണ്, പക്ഷെ ട്രാക്ക് ഒന്നായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും വിജയമാവാമല്ലോ, എല്ലാവരും വിജയൻ്റെ പൊസിഷനിലേക്ക് പോകാമല്ലോ. അങ്ങനെയല്ല. പക്ഷെ എല്ലാവരും സിനിമയിലുണ്ട്, സിനിമയിൽ ഇപ്പോഴും സജീവമായിട്ടുണ്ട്. എല്ലാവരും ആ റേസിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. പിന്നെ ഇതിൽ നമ്മുടെ ജീവിതം എങ്ങനെ പോകും നമുക്കറിയില്ല. നമ്മളൊന്ന് കറക്റ്റ് ഒരു പ്ലാൻ ചെയ്ത് വെക്കും, ആ പ്ലാനിങ്ങിൽ പോകും. പക്ഷേ നമ്മൾ ഗ്രാസ്പ് ചെയ്യുന്നില്ലേ, അത് കറക്റ്റ് നമുക്ക് ചിലപ്പോൾ ഒരാൾക്ക് കിട്ടും, ഒരാൾക്ക് കിട്ടാതെ പോകും, ഒരാൾക്ക് കിട്ടും. പിന്നെ ഇത് ആ റണ്ണാണ്. ചിലപ്പോൾ എനിക്ക് 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഒരു സാധനം കിട്ടണത്. ചില ആൾക്കാർക്ക് വന്ന ഉടനെ തന്നെ കിട്ടും. അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. യുവർ ഡെസ്റ്റിനി, യുവർ ലൈഫ്, നമ്മൾ അത് ചൂസ് ചെയ്ത് അതിലേക്ക് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ലാലേട്ടൻ്റെ കൂടെയൊക്കെ ഒരുപാട് പടം ചെയ്തു. ബാലേട്ടൻ അങ്ങനെ എന്തെങ്കിലും മെമ്മറി ഉണ്ടോ ഓർത്ത് വെക്കാൻ? എല്ലാ മെമ്മറീസാണ്. ലാൽ സാറിൻ്റെ കൂടെ എല്ലാ മെമ്മറീസാണ്. ലാൽ സാറിൻ്റെ കൂടെ എന്ന് വെച്ചാൽ അതൊന്നല്ല, ഞാൻ ചെറുപ്പത്തിൽ ലാൽ സാറിൻ്റെ മടിയിലിരുന്ന് കാറിയിരുന്ന് യാത്ര ചെയ്തിട്ടുണ്ട്. അത് തന്നെ വലിയ മെമ്മറിയാണ്. ട്രിവാൻഡ്രത്ത്, കൊച്ചിൻ ടു ട്രിവാൻഡ്രം. സോ ലൈഫ് ഈസ് ഫുൾ ഓഫ് മെമ്മറീസ്. ലാൽ സാറ് എൻ്റെ ജീവിതം ഇതിൻ്റെ അകത്തൊരു പാർട്ടാണ്. കുറേ മെമ്മറീസാണ്, ഈച്ച് ആൻഡ് എവറിത്തിങ്. അപ്പോൾ അതുപോലെ അന്നേരമൊക്കെ ഒരുപാട് ഓർക്കപ്പെടുന്ന നല്ല വേഷങ്ങളൊക്കെ കിട്ടി. പിന്നീട് എപ്പോഴും റിയാസക്ക നമ്മളിൽ തന്നെ ഉണ്ട്, എന്നാലും നമ്മൾ കുറച്ച് നാൾ എവിടെയോ കണ്ടില്ല. അപ്പം അന്നേരം ഇക്ക എവിടെയായിരുന്നു ശരിക്കും? ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ വേറെ ഭാഷയിൽ പടം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ മലയാളത്തിൽ വരുന്നതിന് മുമ്പ് ഞാൻ ഓൾമോസ്റ്റ് 75 ഫിലിംസ് ചെയ്ത് കഴിഞ്ഞു. 75-80 ഫിലിംസ് ചെയ്ത് കഴിഞ്ഞു. AR മുരുകദാസിൻ്റെ രമണ ഭയങ്കര ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് ബാലേട്ടൻ്റെ ടീം ചെന്നൈ വരണത്. അവർക്ക് റെക്കോർഡിങ് വരെയായിരുന്നു. റെക്കോർഡിങ്ങിന് വന്ന് അവർക്ക് ഈ ക്യാരക്ടർ കിട്ടിയിട്ടില്ല. ഈ ക്യാരക്ടർ കിട്ടാതെ നോർത്ത് ഇന്ത്യയിൽ പോയി അത് ആർട്ടിസ്റ്റിനൊക്കെ നോക്കിയായിരുന്നു. അങ്ങനെ ഞാൻ അപ്പോൾ അവിടെ പ്രസാദ് ലാബിൽ ഒരു തമിഴ് പടത്തിന് ഡബ്ബിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഡയറക്ടർ തുളസിദാസാണ് ഈ ടീമിനോട് പറയണത്, നിങ്ങൾ നോക്കുന്ന പോലത്തെ ഒരാൾ ഇന്ന സിനിമയിലുണ്ട്, നിങ്ങളൊന്ന് പോയി കണ്ടുനോക്കാൻ പറയും. അങ്ങനെ അന്ന് ഉച്ച കഴിഞ്ഞ് ഇവർ പോയി സിനിമ കാണലും. പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു ലിങ്കാണ്. എൻ്റെ വീട്ടിൻ്റെ 4 വീട് കഴിഞ്ഞിട്ടാണ് പ്രൊഡ്യൂസറിൻ്റെ ഓഫീസ് വീട്. ഇതിൻ്റെ മുകളിലാണ് ശരണ്യ മാഡം ഉള്ളത്. സോ എല്ലാം ഒറ്റ ഇങ്ങനെ സ്ട്രെച്ചിലാണ്. ഇങ്ങനെ തിരിഞ്ഞു പോയാൽ വിജയൻ്റെ വീടുണ്ട്. ഓക്കെ, ഇങ്ങനെ സ്ട്രെച്ചിൽ കിടക്കുകയാണ്. ഇപ്പം ആരും അവിടെ ഇല്ല. സോ ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ വന്നപ്പോൾ ഒരു വെള്ള താടിയൊക്കെ ആയിട്ട് ഒരാൾ വീട്ടിൽ നിന്ന് മുമ്പിൽ നിൽപ്പുണ്ടെങ്കിൽ അതാണ് ഞങ്ങൾ GK ചേട്ടൻ എന്ന് പറയുന്നത്.
ഗോവിന്ദക്കുട്ടി എന്ന് പറയും. ശരി അറിയാം. ആള് കാണാൻ ജോയ് സാർ സാറിനോട് പുള്ളി ഇരിപ്പുണ്ട്. പുള്ളിയാണ് വിളിച്ച് പറയണം മോനെ ഞാൻ 4ാമത്തെ വീട്ടിലേക്ക് വരാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇല്ല അവിടെ ഒരു പടം തുടങ്ങുന്നുണ്ട് കാണാൻ വരാൻ പറഞ്ഞു. അങ്ങനെ സോ ദിസ് ഈസ് ഓൾ. സോ ഞാൻ എവിടെയും പോയിട്ടില്ല. അപ്പോൾ തമിഴിലായിരുന്നു, ഇപ്പോൾ ഇവിടെ ഉണ്ട്. വീണ്ടും എല്ലാ ഭാഷ ചെയ്യണവരുണ്ട് എല്ലായിടത്തും. അങ്ങനെ അതുകൊണ്ടായിരിക്കും അത് ഫീൽ ചെയ്തത്. എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഒരു കാലത്ത് മനസ്സിലായി. എന്നും സ്ക്രീനിൽ ഞാൻ എപ്പോഴും ഇവിടെ ഉള്ളപ്പോൾ തമിഴില്ലായിരുന്നു ഞാൻ. അതെ, അവിടെ ഇല്ലാതെ. സോ ഇറ്റ് ജസ്റ്റ് ഹാപ്പൻസ്. ഇപ്പോഴത്തെ സിനിമകളിൽ ഒരു വില്ലൻ ഒരു സിനിമയിൽ ഉണ്ടെങ്കിൽ ഒരുപാട് സിനിമകളിൽ വില്ലനെ അവരുണ്ടാവില്ല. കുറവാണ് ഇപ്പോൾ. വില്ലനെ ഭയങ്കര കുറവാണ്. വില്ലൻ ക്യാരക്ടർ കുറവാണ് ഇപ്പോൾ. പറഞ്ഞു എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സിനിമയിൽ വില്ലൻ ആണെങ്കിൽ അവരെ നമ്മൾ കുറേ സിനിമകളിൽ കാണില്ല, പിന്നെ ഏതെങ്കിലും ഒരു സിനിമയിലായിരിക്കും കാണുക. അങ്ങനെ ഒരു നടനും സ്ഥിരമായിട്ട് ഇങ്ങനെ വേഷങ്ങൾ കിട്ടുന്നില്ല. പക്ഷെ പണ്ടത്തെ സിനിമകളിൽ പണ്ട് കുറച്ച് പേര് ഉണ്ടായിരുന്നുള്ളൂ. സ്മോൾ ക്രൂ, സ്മോൾ ഇത് ഓക്കെ. അവർ ആക്ടേഴ്സ് ആർ വെരി ഇത് ഉണ്ടായിരുന്നു. ഇപ്പോൾ സി ഞാൻ ആരും ബ്ലെയിം ചെയ്യുന്നില്ല. എല്ലാവർക്കും ആക്ട് ചെയ്യാം, എല്ലാവരും ക്യാമറ മുന്നിൽ വന്നിക്കാം, എല്ലാവർക്കും എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒരു പണ്ട് ദർ ഇസ് എ സെലക്ഷൻ. ഒരു പടം എടുക്കുമ്പോൾ ഭയങ്കര സെലക്ഷൻ ഉണ്ട്. ഇങ്ങനത്തെ ലുക്കാണ്, എന്താണ് ലുക്ക്, ഭയങ്കര സെലക്ഷൻ ഇപ്പോഴും ഉണ്ട്. പക്ഷേ ആ പണ്ടത്തെ പോലെ അല്ല. അതുകൊണ്ടാണ് പണ്ടത്തെ എല്ലാ പടത്തിലും എല്ലാവരും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 120 പടം 300 പടമൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇത്തരം പടമൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ 10-15 പടമേ ചെയ്യാൻ പറ്റുള്ളൂ. സോ അത് ഇല്ല ഇപ്പോൾ. ഡിഫറെൻറ്റ് വേ ഓഫ് സിനിമയാണ്. സോ പക്ഷേ ഇപ്പോഴും ഞങ്ങളുണ്ട്. അതാണ് അതിൽ. അതെ. പിന്നെ ആദ്യത്തെ സിനിമകളിലൊക്കെയാണ് അച്ഛൻ, അമ്മ, അനിയത്തി, അപ്പൂപ്പൻ, അമ്മൂമ്മ, ഇങ്ങനെ എല്ലാവരും ഒരു കുടുംബ കഥകൾ പറയുന്ന ഒരുപാട് അങ്ങനെയുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഉണ്ടായിരുന്നു. ഇന്ന് ശരിക്കും ഒരു സിനിമയിൽ ചിലപ്പോൾ നായിക പോലും ഉണ്ടാവില്ല. അങ്ങനെ കഥാപാത്രങ്ങൾ ചുരുങ്ങിയതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സിനിമയിൽ ഫാമിലി ഇല്ല. ഒരു ലൈഫിൻ്റെ ഇന്ന് നടക്കുന്ന ഒരു ഇൻസിഡൻ്റ് ആയിരിക്കും ഒരു സിനിമ. ഹോട്ടലിനകത്ത് വന്ന് ഇറങ്ങി പോണവരായിരിക്കും ഒരു സിനിമ. ഇപ്പം അങ്ങനെയായി. അതാണ് ഇപ്പൊ ചെയ്യണത്. സോ ഇറ്റ്സ് ഓൾ ഡിഫറെന്റ് പാറ്റേൺ ഓഫ് മേക്കിംഗ് മൂവീസ് ഇൻ ഡിഫറെന്റ് എറ. ഓരോ കാലഘട്ടത്തിൽ ഓരോ സിനിമ ഉണ്ടാക്കുന്ന രീതികളാണ്. പക്ഷെ അവിടെയും നമ്മളൊക്കെ വേണമെന്നാണ് അതിനു വേണ്ടിയാണ് ഈ ഫൈറ്റ്, ഈ റൺ. അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ ഇപ്പോൾ സിനിമകളിൽ അങ്ങനെ കഥാപാത്രങ്ങൾ ചുരുങ്ങി? അല്ല, ഇപ്പോൾ ഒരു സബ്ജക്റ്റിന് ആവശ്യമുള്ള കഥാപാത്രം എന്തോന്നാലും വരും. ഇപ്പം പറഞ്ഞ പോലെ ചെറിയൊരു സബ്ജക്റ്റ് ആണെങ്കിൽ, ഒരു റൂമിൻ്റെ അകത്ത് നടക്കുന്ന ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ അതിലൊരു വില്ലനുണ്ടാവും. ചെറിയൊരു സബ്ജക്റ്റാണ്. അപ്പോൾ അതിലൊരു 4 പേര് മതിയെങ്കിൽ അത് മതിയാവും. അപ്പോൾ അതിലെ കുത്തിക്കയറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പേര് 10 പേര് വേണമെങ്കിൽ 10 പേര് വെക്കാം. സബ്ജക്റ്റിന് ആവശ്യമുള്ളത് എന്തായാലും ഒരുപാട് പേർക്ക് അവസരങ്ങളൊക്കെ അതിപ്പോൾ നമ്മൾ അത് ആരോടും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. സിനിമ ഇപ്പം മേക്ക് ചെയ്യണം അങ്ങനെയാണ്. ഇപ്പം അതിനാവശ്യമുള്ളതാണ്. അത് ഇപ്പോൾ സ്ഫടികം എന്ന് പറഞ്ഞൊരു സിനിമ എടുത്താൽ അതിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഇപ്പം അങ്ങനത്തെ പടം എടുക്കുന്നില്ല. ഫൈൻ, ഓക്കെ. ഇപ്പോൾ എടുക്കുന്ന വേറെ ടൈപ്പ് ഓഫ് മൂവീസാണ്. സോ ഏതാണോ ഇപ്പോൾ പാറ്റേൺ അതിലാണ് എല്ലാവരും. ഏതാ കൂടുതൽ ഇഷ്ടം? പഴയ അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മൾ ആരെയും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. സിസ്റ്റം അങ്ങനെയാണ്. ഐ വിൽ നോട്ട് ബ്ലെയിമിങ്. ഇപ്പം എന്തുണ്ടോ അതിൽ ദ ബെസ്റ്റ് കൊടുക്കാമെന്നാണുള്ളത്. ടു എക്സൽ സംതിങ്. ഓക്കെ, പെർഫെക്റ്റ് ചെയ്യാൻ പറ്റില്ല. യു ക്യാൻ എക്സൽ സംതിങ്. ആ എക്സലൻസ് കൊടുക്കാനുള്ളൂ. പിന്നെ ദി കേസ് ഡയറിയിലെ നായകൻ എന്ന് പറയുന്നത് മമ്മൂക്കയുടെ മരുമകനാണ്, നമ്മുടെ അഷ്കർക്ക. അപ്പോൾ ഇപ്പോഴും എല്ലാവരും മമ്മൂക്കയായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട് അഷ്കർക്ക്. അതൊരു നല്ലതായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത്. ഷാറുഖ് ഖാനെ മോനെ കമ്പയർ ചെയ്യരുത്. അമിതാഭ് ബച്ചൻ്റെ മകനെ കമ്പയർ ചെയ്യരുത്. ഓക്കെ, അതേപോലെ അഷ്കർ ആൻഡ് മമ്മൂട്ടി സാർ കനോട്ട് ബി കമ്പയർഡ്. അഷ്കർ ഈസ് വൺ സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ. പുള്ളിക്കായ ക്വാളിറ്റീസ് ഉണ്ട്, പുള്ളിക്കായ മാനറിസം ഉണ്ട്, പുള്ളിക്കായ ടാലൻ്റ് ഉണ്ട്. പുള്ളി അതിൽ കൂടെ പൊങ്ങി വരും, അത്രേ ഉള്ളൂ. ആൻഡ് വി ഓൾ സപ്പോർട്ട്. ഞങ്ങളെല്ലാം അഷ്കർ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. അഷ്കറേയും സപ്പോർട്ട് ചെയ്യണം. അഷ്കറും വരണം, സിനിമയിൽ വരണം, കുറേ പടം ചെയ്യണം, ഒരു സ്റ്റാറായി തിളങ്ങി നിൽക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. മമ്മൂക്കയുടെ മകനാണ് ദുൽഖർക്ക് ആണെങ്കിൽ ആ ഒരു ഇത് കിട്ടിയിട്ടില്ല. ദുൽഖർ സൽമാനും മമ്മൂക്കയുടെ ഒരു മാനറിസവും കിട്ടിയിട്ടില്ല. എന്താ പറയാ, മുഖഭാവം പോലെ അങ്ങനെയില്ല. പക്ഷെ എൻ്റയർലി ഇക്കൊക്കെ എന്തോ അഷ്കർ ഇക്കൊക്കെ അത് കിട്ടിയിട്ടില്ല. അങ്ങനെ കുറേ ഉണ്ട്. അങ്ങനെ എല്ലാവരുടെയും ഫാമിലി ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫാമിലിയിൽ ഇങ്ങനെ വേറെ ആക്ടേഴ്സ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എൻ്റെ അങ്കിളെ പോലെ ഇരിക്കുന്നത്. ഞാൻ എൻ്റെ അമ്മയുടെ ബ്രദറെ പോലെ ഇരിക്കുന്നത്. ഞാൻ നോട്ട് ലൈക്ക് മൈ ഫാദർ ഓരിത്. ഓക്കെ, സോ അങ്ങനെ ഇഷ്ടംപോലെ പേർക്ക് വരും. അങ്ങനെ വരും. അതുകൊണ്ട് അഷ്കർ ആ റിലേറ്റീവ് അല്ലേ. സോ ഇത് ഇപ്പോൾ ജൂനിയർ NTR ആരെ പോലെ ഇരിക്കണേ? രാമറാവ് സാർ പോലെ ഇരിക്കണം. അത് ബാലകൃഷ്ണക്ക് സാറിനും ഇല്ല, വേറെ അവരുടെ ഫാമിലിക്ക് ഇല്ല. ഹി എക്സാക്ട്ലി ലുക്സ് ലൈക്ക് രാമറാവ് സാർ. സോ അത് നാച്ചുറലാണത്. പക്ഷേ യു കനോട്ട് കമ്പയർ. രണ്ടുപേരും കമ്പയർ ചെയ്ത് അഷ്കറിൻ്റെ ടാലൻ്റ് ഉണ്ട്, അഷ്കർ വന്നു.
അഷ്കർ സൗദാൻ എന്ന നടന്റെ ഒരു വളർച്ച ഈ സിനിമയിൽ ഒന്നുകൂടി കൂടിയതായിട്ട് തോന്നിയിട്ടുണ്ട്. മറ്റ് സിനിമകളിൽ നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് രണ്ടുപേർക്കും ഫീൽ ചെയ്തത്? പോലീസ് വേഷത്തിൽ മമ്മൂക്കയുടെ കൂടെയൊക്കെ ഒരുപാട് പടം ചെയ്തതിൽ അപ്പോൾ എന്തെങ്കിലും ഒരിത് തോന്നിയിട്ടുണ്ടോ? ചെറിയൊരു കമ്പാരിസൺ എങ്കിലും? ഇല്ല, കമ്പാരിസൺ തോന്നിയിട്ടില്ല. ബിക്കോസ് ഹീ ഈസ് വെരി സിമിലർ ലൈക്ക് ദാറ്റ്. പുള്ളി അത് ഇല്ലാതെ ചെയ്യാൻ. ഇപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. സോ സിമ്പിൾ. കമൽ സാറല്ലേ, കമൽഹാസൻ സാർ. കമൽഹാസൻ സാറിൻ്റെ അകത്ത് ഫുൾ ശിവാജി സാറാണ്. ഓക്കെ, കംപ്ലീറ്റ് ശിവാജി സാറാണ്. പക്ഷേ അത് പുള്ളി പുറത്തേക്ക് കൊണ്ടുവരുന്നത് പുള്ളിയുടെ സ്റ്റൈലിലാണ്. അങ്ങനെ എല്ലാവരുടെയും മനസ്സിലോ അകത്തോ ഒരാൾ കാണും, ഒരു ഭയങ്കര ഇത് കാണും, പെട്ടെന്ന് എടുക്കാൻ പറ്റിയത്. അതായത് എല്ലാവരും മാച്ച് ചെയ്യാൻ പറ്റൂല. നമുക്ക് ചിലപ്പോൾ ഇപ്പോൾ വിജയ് ഇല്ലേ, വിജയിൻ്റെ അകത്ത് ഫുൾ കാർത്തിക് സാറാണ്. ഫുൾ കാർത്തിക് സാറാണ്. കാർത്തിക് സാറിൻ്റെ കുറേ ഇതെടുത്ത് അങ്ങനെ എല്ലാവർക്കും വരും. കോപ്പി ഇല്ലാതെ ഒന്നുമില്ല. ഞാൻ എൻ്റെ അച്ഛൻ്റെ കോപ്പിയാണ്. ഓക്കെ, അങ്ങനെ കോപ്പീസ് ദർ. അത് സോ ദാറ്റ് ഈസ് ഓക്കെ. പോലീസ് വേഷത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു അഷ്കർക്ക്? രണ്ടുപേർക്കും കണ്ടപ്പോൾ ഇക്കയാണോ 175ഓളം പടങ്ങളിൽ പോലീസ് വേഷം ചെയ്തതാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു രണ്ടുപേരും? ആക്ച്വലി പുള്ളിക്ക് അതിൻ്റെ ഹൈറ്റും അതിൻ്റെ ആ വോയിസൊക്കെ അടിപൊളിയാണ്. പുള്ളിയുടെ വോയിസ് പ്ലസ് പോയിന്റ് ആണ്, ഭയങ്കര പ്ലസ് പോയിന്റ് ആണ്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ മമ്മൂക്കാരോടെ അഭിനയിച്ചിട്ടുള്ളതാണ്. മാസ്റ്റർ പീസിൽ ഉണ്ടായിരുന്നതാണ്, ഒരുപാട് മമ്മൂക്കാരോടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതിലും അവർ രണ്ടുപേരെ കമ്പാരിസൺ ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. മമ്മൂക്കയുടെ ഒരു മാനറിസം വേറെയാണ്. പിന്നെ അസ്കറിൻ്റെ അവൻ്റേതായ മാനറിസം എല്ലാ ഡയലോഗിലടക്കം. ഇപ്പോൾ ഡയലോഗ് പറയുമ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ഇത് മമ്മൂക്കയുടെ ഒരു ഇത് കയറി വരികയാണെന്നുണ്ടെങ്കിലും അവിടെ കട്ട് ചെയ്ത് രണ്ടാമത് അവൻ്റെ എടുക്കാറുണ്ട്. പിന്നെ അവർ ഫേസ് കട്ട് അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ചില കാര്യങ്ങൾ അവൻ്റെ ഫൈറ്റ് ആണെങ്കിൽ പോലും പുള്ളിക്കാരൻ്റെ സ്റ്റൈലിൽ തന്നെ ചെയ്യുന്നത്. പക്ഷെ അത് പുറത്തേക്കാണ് ഫേസ് കട്ട് ഇരിക്കുന്നതുകൊണ്ട് ആ ഒരു പേരിലേക്ക് വരുന്നത്. അതെ, അല്ലാണ്ട് വേറൊരു ഇതും പിടിക്കണില്ല. അത് കറക്റ്റ്. പിന്നെ സെവൻസിൽ ഒരു നല്ല വേഷമായിരുന്നു ചെയ്തത്, ആസിഫിക്കയുടെ ഒക്കെ കൂടെ ഭയങ്കര. അപ്പോൾ ആ സെവൻസിന് ശേഷം അത്രയും നല്ലൊരു കഥാപാത്രങ്ങൾ എന്തോ തേടി വന്നില്ല. അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അല്ല, ഞാൻ ആ ടൈമിലൊക്കെ ഭയങ്കര ഹ്യൂജ് ഭയങ്കര ബോഡിയായിരുന്നു. അപ്പോൾ എല്ലാ ക്യാരക്ടേഴ്സിനും പറ്റിയതല്ല അത്. അപ്പോൾ ഷോൾഡറും ഈ കാര്യങ്ങളൊക്കെ നമുക്കൊരു നാടൻ ക്യാരക്ടേഴ്സിന് ഈ സാധനങ്ങൾ പറ്റില്ല. ഒരു സാർ, അങ്ങനത്തെ ഒരു സ്കൂൾ സാറ്, അങ്ങനെയൊക്കെയാണ് പറ്റില്ല. അങ്ങനെ കുറേ പോയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ബോഡിയൊക്കെ നന്നായിട്ട് ഇപ്പോൾ സ്ലീക്ക് ആൻഡ് സ്ലിം ആക്കി. അതുകൊണ്ട് ഇപ്പോൾ വരുന്നുണ്ട് ക്യാരക്ടേഴ്സ്. ഇപ്പം നല്ല രീതിയിൽ ഇപ്പോൾ 1-2 ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. ആക്ച്വലി ഈ ബോഡിയിലും ഇതിലും ഒന്നും ആക്ടിങ് എവിടെയും വരുന്നില്ല. ആക്ടിങ് ഈസ് പാർ അപ്പാർട്ട്, ഡിഫറെൻറ്റ്. ഇത് ഉള്ള കാരണം കൊണ്ട് അത് ഒന്നുമില്ല. എല്ലാം വെച്ചിട്ട് എല്ലാം ചെയ്യാം. ഇറ്റ് ഈസ് ഓൾ ദർ ഈസ് എ കോസ്റ്റ്യൂം. അതിനായ മേക്ക് ഓവർ ഉണ്ട്. ആ മേക്ക് ഓവറും കോസ്റ്റ്യൂം ഇടുമ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ലുക്കിലേക്ക് വരും. പിന്നെ നമ്മൾ ആ ക്യാരക്ടറായിട്ട് മാറുന്നു. പിന്നെ ഒരു ഫ്രെയിം വെക്കുന്നു. ആ ഫ്രെയിമിൽ ഒരു ജിയോഗ്രഫി ഉണ്ട് ബാക്കിൽ. അതിൽ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. എല്ലാം ആ സീനിന് വേണ്ടി എല്ലാം സെറ്റ് ചെയ്തിട്ട് ഈ ക്യാരക്ടറെ കൊണ്ട് നമ്മൾ അവിടെ വെക്കുകയാണ്. വെച്ചത് ആ ക്യാരക്ടർ പോലെ ഇരിക്കും. പിന്നെ യുവർ ടാലൻറ്റ് ഈസ് ടു പെർഫോം. അത് ആക്ടറെ കണ്ടെത്തുക എന്നാണ് അവർ. സോ ഒറിജിനൽ ആക്ടേഴ്സ് ഇടയ്ക്കാറല്ലെടുത്ത് കറക്റ്റ് ആയിരുന്നു. ആ ടൈമിലൊക്കെ ഭയങ്കര സ്റ്റിഫായിരുന്നു. അഭിനയിക്കാൻ എനിക്ക് സിനിമ തേടിയാൻ ഇഷ്ടമുള്ള ഒരു ഇങ്ങനെ വന്ന് പെട്ടു. അപ്പോൾ അതിൻ്റെ ഒരു ക്യാമറ ഫിയറിംഗ് ഇതൊക്കെ ഉണ്ടായിരുന്നു. അഭിനയം 2 പടങ്ങളൊന്നും അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ല. സെവൻസൊക്കെ ഒരു ഫൈറ്റിൻ്റെ ഒരു ഇത് കൊണ്ടിട്ട് കയറി പോയി. പിന്നെ ഒന്നും നിന്ന് ആസിഫിക്കാണ് ഡയലോഗ് എങ്കിലും ഫൈറ്റ് മൊത്തം കിട്ടിയില്ലേ? അല്ല, അത് കിട്ടിയില്ലേ? ഇപ്പൊ റിയാസ്ക്ക് പറഞ്ഞിട്ട് ഒരു ഇൻസിഡന്റ് പറഞ്ഞു. ഇതുപോലെ തന്നെയാണ് ഫസ്റ്റ് ഫിലിം അങ്ങനെ ആരും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. ചാനലിൽ വരുമ്പോൾ സൂര്യ ടിവിയിൽ വരുമ്പോൾ പുതുമുഖങ്ങൾ എന്ന് പറഞ്ഞത് ഇത് തന്നെ രഞ്ജൻ സാറായിരുന്നു എഡിറ്റർ. അപ്പോൾ ഈ ക്രിസ്ത്യൻ ബ്രദേഴ്സിൻ്റെ എഡിറ്റിംഗ് നടക്കുമ്പോഴും പ്രൊഡ്യൂസറും സിദ്ദിഖ കൂടി അതിൻ്റെ പ്രിവ്യൂ കാണാൻ വേണ്ടി പോയപ്പോൾ ഇങ്ങനെ ഒരു പടം ഒന്ന് കണ്ടു നോക്ക്, എന്തായാലും ന്യൂ കമേഴ്സിനെ വെച്ച് ചെയ്യണല്ലേ, അല്ല ആ യൂത്ത് ഇരിക്കണല്ലേ, ഫൈറ്റ് ഉണ്ട് അതിൽ, ഒന്ന് കണ്ടു നോക്കുന്നു പറഞ്ഞ് ജോയ് സാറിനെ കാണിക്കുന്നതും അങ്ങനെ അവിടെ നിന്ന് ഒരു ഇൻസിഡന്റിൽ കിട്ടിയത്. അല്ലെങ്കിൽ അത് ജോഷി സാറിനെ ഇത് കഴിഞ്ഞിട്ട് ജോഷി സാറാണ് അതിൽ 2 പാർട്ടായിരുന്നത്. 2 കാലഘട്ടം കാണിക്കുന്നുണ്ടല്ലോ അതിൽ. അപ്പം അതിലും ജോഷി സാർ പറഞ്ഞിട്ട് തന്നെയാണ് അത് ഒറ്റ ക്യാരക്ടറാക്കാൻ സച്ചി സാറിനോട് പറഞ്ഞിട്ട് അത് ചെയ്തിട്ടുണ്ടായില്ല. ഇതൊരു ന്യൂ കമർ, പുള്ളി പറഞ്ഞ ന്യൂ കമറായിട്ട് പറഞ്ഞാണ്. ഇതെല്ലാവർക്കും നടക്കും എല്ലാ കാലഘട്ടത്തിലും. ന്യൂ കമറാണെന്ന് ഇതിൻ്റെ ആവശ്യമില്ല. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ബാലേട്ടനല്ലേ, ബാലേട്ടൻ ഇറങ്ങാൻ നേരത്തെ ഞാൻ ഓൾമോസ്റ്റ് 1995 പിക്ചർ ആയി. ബാലേട്ടൻ റിലീസായി. ബാലേട്ടൻ ഭയങ്കര ഹിറ്റ്, റെക്കോർഡ് ബ്രേക്ക് ആവുന്നു എല്ലായിടത്തും. ഓൾ ലാംഗ്വേജിൽ ബാലേട്ടൻ എന്ന പടം അവർക്ക് റീമേക്ക് ചെയ്യണം. തമിഴ്, തെലുഗു, ഹിന്ദി, കന്നഡയിൽ എല്ലാവർക്കും ഇപ്പോൾ ദൃശ്യം ചെയ്യുന്ന പോലെ അപ്പം പറയാണ്. അപ്പോൾ ദേ വോണ്ട് ടു റീമേക്ക് ദിസ് ഫിലിം ബാലേട്ടൻ. എല്ലാവരും കാണുന്നുണ്ട്, ബട്ട് ദേ ആർ നോട്ട് ഡൂയിങ്. ഓക്കെ,
എല്ലാവരും കാണുന്നുണ്ട്, ദേ ആർ നോട്ട് ഡൂയിങ്. ഓക്കെ, ബിക്കോസ് ഓഫ് ലാൽ സാർ. Okay. വെച്ചാൽ ഇത്രയും ഫാമിലി, ഇത്രയും ഹീറോയിസം പറഞ്ഞ ആള് വില്ലനോട് താന്നു കൊടുക്കാൻ ഉള്ള അവിടുത്തെ സൂപ്പർ ഹീറോസിനുള്ള ഇമേജ് ഇല്ല. അതാണ് ആരെയും തെറ്റല്ല, ഇറ്റ് ഡസൻ വർക്ക് ഔട്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ ഈ ഹിന്ദി മുഴുവനും, ഈ തെലുങ്ക് മുഴുവനും, കന്നഡ മുഴുവനും ഈ പടം കണ്ട എല്ലാവരും കണ്ടിട്ട് എനിക്കാണ് പടം കിട്ടിയത്. എല്ലാവർക്കും എനിക്ക് ഐ ഓൾമോസ്റ്റ് ഗോട്ട് 30-40 ഫിലിംസ്. ബിക്കോസ് ഇത് വ്യൂ ഏജ് ഇതെല്ലാം ചെയ്ത് ഈ അതിന് വിളിക്കുന്ന അങ്ങനെ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ് ഗജനി എന്ന് പറഞ്ഞത്. അപ്പോൾ ഗജനിയിൽ ഇനി ഒരു സെക്കൻഡ് പാർട്ടോ എന്തെങ്കിലും ഉണ്ടാവോ ഗജനിയുടെ? തീർച്ചയായിട്ടും എനിക്കറിയില്ല. സൂര്യയുടെ കൂടി ഇനി ഒരു പടം ഉണ്ടാവോ? ഓ, സൂര്യ സാറിന്റെ കൂടെ ഒരു പടം. സൂര്യ സാറോടൊക്കെ ഇപ്പോൾ ചെയ്തല്ലോ, ഞാൻ ആദ്യം ചെയ്തു. അത് ദിസ് ഓൾ ഷുഡ് ഹാപ്പൻ. ഇപ്പം ഞാൻ പോയി ചോദിക്കാം അടുത്ത പടം അങ്ങനെയാണെങ്കിൽ ഒരു ക്യാരക്ടർ തന്നെ വരണം, അവർ എഴുതി ഈ 2 ക്യാരക്ടേഴ്സ് ഇങ്ങനെ വരണോ എന്നായാൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. ഇനി വരാനുള്ളത് ബബ്ബയാണല്ലേ? വാളയാർ പരമശിവൻ വീണ്ടും വരുവാണ്. അപ്പം ഒരുപാട് സിനിമ ദിലീപേൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു അത്യുഗ്രൻ കഥാപാത്രമാണ്. ആണെന്നേ പറയുള്ളൂ, എന്താണെന്ന് പറയില്ല. നമുക്ക് നല്ല എക്സൈറ്റ് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രം. സൂപ്പർ അടിക്കാം. ഓക്കെ, അപ്പോൾ ഇത് അവസാനിപ്പിക്കണം. അമീർക്കയുടെ ഒരു പാട്ട് പാടിയിട്ട് അവസാനിപ്പിക്കാം. ഒരു സോങ് പാടിയിട്ട് അവസാനിപ്പിക്കാം. ബദലാ ഗിരേ തേരി കമി കി बारिश लिए सैलाब जो मेरे सीने में है कोई बता दे ये कैसे तुम्हें तेरे बिना कैसे जिए ओ सजनी रे कैसे कटे दिन रात कैसे मिले तेरे साथ तेरी याद सतावे रे. ഇനി KS ഡയറി കാണാനുള്ള പ്രേക്ഷകരോടൊന്ന് ലാസ്റ്റ് പറഞ്ഞിട്ട്. KS ഡയറി ഈസ് ആക്ച്വലി ആൻ ആക്ഷൻ ഫിലിം. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. ഇറ്റ്സ് എ ഫാമിലി എൻ്റർടൈനർ. ഇന്നലെ ഞങ്ങൾ തിയേറ്ററിൽ പോയപ്പോൾ എല്ലാ ഫാമിലീസ് ആയിരുന്നു. കം എൻജോയ് ദ ഫിലിം, വാച്ച് ദ ഫിലിം. ഓക്കെ, ബ്ലസ് അത്രേ ഉള്ളൂ. സപ്പോർട്ട് ചെയ്യാം, തിയേറ്ററിൽ കാണാം. അപ്പോൾ ഒരുപാട് താങ്ക് യു.